നമസ്കാരം. ബൈബിളിൽ വിവരിച്ചിരിക്കുന്ന പവിത്രമായ ഉടമ്പടി പേടകത്തിന്റെ അവശിഷ്ടങ്ങൾ ഇസ്രയേലിൽ പുരാവസ്തു ഗവേഷകർ കണ്ടെടുത്തു. തിരുവെഴുത്തുകൾ പ്രകാരം മോശ 10 കൽപ്പനകൾ പെട്ടകത്തിനുള്ളിൽ സ്ഥാപിച്ചിരുന്നു. ഇത് ഇസ്രയേലുകാർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിന് തൊട്ടു പിന്നാലെ നിർമ്മിച്ച സങ്കേതമായ ഒരു കൂടാരത്തിൽ സൂക്ഷിച്ചിരുന്നു. പരമ്പരാഗതമായി ചില പണ്ഡിതന്മാർ ഇത് നടന്നത് BC 1445 കണക്കാക്കപ്പെടുന്നത്. പെട്ടകത്തിന്റെ വിശദാംശങ്ങൾ ഇപ്പോഴും രഹസ്യമാണെങ്കിലും BC 586 ബാബിലോണിയക്കാർ ജെറുസലേം പിടിച്ചെടുക്കുന്നതിന് മുമ്പ് രേഖകളിൽ നിന്ന് അപ്രത്യക്ഷമായിരുന്നു. ഇപ്പോൾ പുരാതന ബൈബിളിൽ പരാമർശിച്ചിട്ടുള്ള സ്ഥലമായ ഷിലോയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘം ബൈബിളിൽ വിവരിച്ചിരിക്കുന്ന കൂടാരത്തിന്റെ അളവുകളും ഓറിയന്റേഷനുമായി യോജിക്കുന്ന ഒരു ശിലാഘടന കണ്ടെത്തിയിട്ടുണ്ട്. ടെൽ ഷിലോ ഡിഗിന്റെ ഡയറക്ടർ ഡോക്ടർ സ്കോട്ട് സ്ട്രിപ്ലിംഗ് പറയുന്നത് ഇരുമ്പ് യുഗത്തിലെ ഒരു സ്മാരകം കണ്ടെത്തിയെന്നാണ്. ഈ ഘടന കിഴക്ക് പടിഞ്ഞാറ് ദിശയിലായി സ്ഥിതി ചെയ്യുന്നു. തിരുവെഴുത്തുകളിൽ വിവരിച്ചിരിക്കുന്നത് പോലെ 2:1 അനുപാതത്തിലാണ് ഇത് വിഭജിച്ചിരിക്കുന്നത്. ഇതിനൊപ്പം ഖനനം നടത്തിയവർ 100,000-ലധികം മൃഗങ്ങളുടെ അസ്ഥികളും കണ്ടെത്തി. കൂടുതലും ചെമ്മരിയാടുകൾ, ആടുകൾ, കന്നുകാലികൾ എന്നിവയുടെ അവശിഷ്ടങ്ങളാണിവ. ഇവിടെ ബലിയർപ്പണ ചടങ്ങുകൾ നടന്നിരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണിതെന്നാണ് കരുതപ്പെടുന്നത്. അസ്ഥികൾക്കിടയിൽ നിന്ന് കണ്ടെത്തിയ മൺപാത്രങ്ങളും അതേ കാലഘട്ടത്തിലേതാണ്. ഇത് ജെറുസലേമിൽ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് ഏകദേശം 400 വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്നതായി ബൈബിളിൽ പറയുന്ന കൂടാര കാലഘട്ടവുമായിട്ടുള്ള സ്ഥലത്തിന്റെ ബന്ധത്തെയും ശക്തിപ്പെടുത്തുന്നു. ഷിലോവിനെ ഇസ്രയേലിന്റെ ആദ്യത്തെ പ്രധാന മതകേന്ദ്രമായിട്ടാണ് ബൈബിളിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ബൈബിളിൽ പറയുന്നതനുസരിച്ച് ഇസ്രയേലിന്റെ ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷത്തിൽ മഹാപുരോഹിതനായ ഏലി സമാഗമന കൂടാരത്തിന് നേതൃത്വം നൽകിയത് ഇവിടെയായിരുന്നു. ഏലി മരിച്ച കവാടം കണ്ടെത്തിയെന്നാണ് ഗവേഷകർ അവകാശപ്പെടുന്നത്. പെട്ടകം വളരെ വിശുദ്ധമാണെന്നും കണക്കാക്കപ്പെടുന്നു. പെട്ടകം തെറ്റായി കൈകാര്യം ചെയ്യുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തോടുള്ള നേരിട്ടുള്ള ലംഘനമായിട്ടും കരുതപ്പെടുന്നു.